ഒരാൾക്കൂട്ടത്തിനിടയിലാണ് ഉമ്മൻചാണ്ടി എന്ന ജനനേതാവ് എന്നും ജീവിച്ചത്. അദ്ദേഹം ജീവിച്ചപ്പോഴും വിട പറഞ്ഞപ്പോഴും ജനക്കൂട്ടത്തിന് ഇടയിലായിരുന്നു. ഉമ്മൻ സഞ്ചരിച്ച അതേ വഴിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ചാണ്ടിയും സഞ്ചരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ എന്ന MLAയും പ്രവർത്തിക്കുന്നത്. ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ പുതുപ്പള്ളിക്കാരുടെ, കേരളത്തിൻ്റെ ആകെ സ്വന്തം കുഞ്ഞുഞ്ഞായി, രണ്ടാം കുഞ്ഞുഞ്ഞായി ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട പുത്രൻ മാറി. എന്നും ആളുകൾക്കിടയിൽ പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിക്ക് അതേ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പിന്മുറക്കാരനെ കിട്ടി എന്നാണ് പുതുപ്പള്ളിക്കാർ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനവും. ഉമ്മൻചാണ്ടി ഏത് രീതിയിലാണോ പ്രവർത്തിച്ചത് അതേ രീതിയിൽ പ്രവർത്തിക്കാൻ തനിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് പലപ്പോഴും ചാണ്ടി ഉമ്മൻ ചോദിച്ചത്. അതൊക്കെ കൊണ്ട് തന്നെയാവണം കേരളം ഉമ്മൻചാണ്ടിയുടെ അടുത്ത പിന്മുറക്കാരനായി ചാണ്ടി ഉമ്മനെ സ്നേഹിച്ചതും സ്വീകരിച്ചതും. കണ്ണൂർഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മനാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്വാഗതം ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുമായാണ് താങ്കളുടെ ഓരോ പ്രവൃത്തിയും താരതമ്യം ചെയ്യുന്നത്. ഇത് അംഗീകാരമാണോ വെല്ലുവിളിയാണോ? അല്ല, അത് അതിൻ്റെതായ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും സ്നേഹം നൽകുന്നത് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കേരളത്തിൻ്റെ ഏത് കോണിൽ പോയാലും ജനങ്ങൾ കൈപൊക്കി കാണിക്കുക അല്ലെങ്കിൽ ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കാതെ വിടാറില്ല. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതെൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹമായി കേരളത്തോട് പറഞ്ഞതും എന്നെ കേരളം സ്വീകരിച്ചതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അന്തിമയാത്രയിൽ അദ്ദേഹം ഒന്നും സംസാരിക്കാതെ ഇരുന്നപ്പോഴും ഒത്തിരി സംസാരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അത് കേരളത്തിലെ ജനങ്ങൾ അതേപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ ഒരു സ്നേഹം കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെഗറ്റീവ്സ് എന്തായാലും പൊതുപ്രവർത്തന രംഗത്ത് നെഗറ്റീവായിട്ടൊന്നും ഞാൻ പറയില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോൾ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും, കാരണം അദ്ദേഹം ഞങ്ങളോടൊപ്പം ചിലവഴിക്കുവാൻ സമയം കിട്ടിയിട്ടില്ല. അതിൻ്റെതായ ദൂഷ്യവശങ്ങളും ഉണ്ട്. ഞങ്ങളോടൊപ്പം ചെറുപ്പത്തിൽ ഏതൊരു കുട്ടിക്കും ആഗ്രഹമുള്ള പോലെ പേരൻസ് കാണണം എന്നുള്ളത് അതുണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ശൈലി നമുക്ക് പിന്തുടരാൻ കഴിയുന്നുണ്ടോ? അത് പ്രയാസകരമായ കാര്യമായിരിക്കും. അല്ല, അദ്ദേഹത്തിൻ്റെ ശൈലി പിന്തുടരാൻ ലോകത്തിൽ ഒരാൾക്കും സാധിക്കില്ല. അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനിപ്പോൾ ആര് അങ്ങനെ പറഞ്ഞാലും അത് കള്ളം പറയുമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഞാൻ പോകുന്നു പറഞ്ഞാൽ അത് കള്ളമാണ്. കാരണം നടക്കില്ല. ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ 24 മണിക്കൂറുണ്ടെങ്കിൽ 23 മണിക്കൂറും വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് അടുത്ത ദിവസവും ഓഫീസിലേക്ക് പോവുക, അതേ ഫ്രഷ്നെസ്സിൽ വർക്ക് ചെയ്യുക, ആൾക്കാരെ കാണുക, ആരോടും മുഷിയാതിരിക്കുക, എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി ഇമ്പോസിബിളാണ്. അത് അദ്ദേഹത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് പഠിക്കാൻ ശ്രമിച്ചത് ഉമ്മൻചാണ്ടിയിൽ? അല്ല, അദ്ദേഹത്തിൻ്റെ ഈ ക്ഷമ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ കരുതുന്നു. കാരണം എത്ര ക്ഷീണിച്ചാലും ക്ഷീണിക്കില്ല, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, യാത്ര എത്ര ചെയ്താലും പ്രശ്നമില്ല, എല്ലാവരെയും ഒരേപോലെ കരുതുന്നു, ആരെയും മാറ്റി നിർത്തുന്നില്ല, തനിക്ക് വിരോധമായി നിൽക്കുന്നവരോട് പോലും സ്നേഹം കാണിക്കുന്നു, തന്നെ പിറകിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നവരോടും അതേ പെരുമാറ്റം കാണിക്കുന്നു. അതൊക്കെ ഒരു പഠിക്കേണ്ട ഒരു കാര്യം തന്നെ. കാരണം നമ്മളെല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ നമ്മളെ ദ്രോഹിക്കുന്നവരോട് കാണിക്കണം ഏറ്റവും നന്നായിട്ട് നമ്മൾ പെരുമാറേണ്ടത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളൊരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പഠിച്ചു കഴിഞ്ഞോ? അല്ല, പഠിക്കുകയാണ്? അല്ല, അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുകയാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ അതൊക്കെ സാധിക്കത്തുള്ളൂ. പക്ഷേ ആ പഠനം പുതുപ്പള്ളിക്കാരന് നല്ല എന്താ പറയുക ഒരു
ഒരു അവസരമാണ് പുതുപ്പള്ളിക്കാർ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പഠനത്തിലുള്ള അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ഈ ഒരു കൊല്ലം അതിനാണോ ശരിക്കും ഉപയോഗിച്ചത്? അല്ല, കാരണം ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ അതൊരു ഹണിമൂൺ പീരീഡ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കൊല്ലത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു, കുറേ പരിപാടികൾ നടത്തി, ചിലത് നടന്നില്ല. പിന്നെ സർവ്വമത സമ്മേളനം, അത് എന്നിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാൻ കരുതുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ 100 വർഷം മുമ്പ് നടത്തിയ സർവ്വമത സമ്മേളനം, അതിൻ്റെ 100-ാം വർഷം വത്തിക്കാനിൽ വെച്ച് നടത്തുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. അത് ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കരുതും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒരു വർഷം കൊണ്ട് ചെയ്യുവാനും ചിലത് മിസ് ചെയ്യൊക്കെ ഒക്കെ സാധിച്ചു. അതേസമയം അദ്ദേഹത്തിൻ്റെ ശൈലി എനിക്ക് പിന്തുടരുവാൻ ഞാൻ ശ്രമം നടത്തി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സമയം കിട്ടിയില്ല എന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. കാരണം നമ്മൾ ആ പൊസിഷനിലെത്തിയപ്പോൾ നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി കയറുന്ന സാഹചര്യമാണ് പലപ്പോഴും. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഫാമിലി ലൈഫ് മിസ്സായതെന്ന്, കാരണം ഫാമിലി ലൈഫിനെ വലിയ കേരളം എന്നൊരു ഫാമിലിയിൽ അദ്ദേഹം അംഗമായിരുന്നു, ഓരോ കുടുംബത്തിലെ അംഗമായിരുന്നു. അപ്പോൾ എവിടെ ചെന്നാലും ഇന്ന് എനിക്ക് കിട്ടുന്ന സ്വീകാര്യത, ഇന്ന് കിട്ടുന്ന കരുതൽ, ഉമ്മൻചാണ്ടി സാർ വീട്ടിൽ വന്നിരുന്നു, ഉമ്മൻചാണ്ടി സാർ ഇന്ന കാര്യം ചെയ്തിരുന്നു എന്ന് ആൾക്കാർ പറയുമ്പോൾ അതിനും വലിയൊരു അംഗീകാരം കിട്ടാനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് മിസ്സായെന്നുള്ളത് യാഥാർത്ഥ്യം. പരിഭവം ഇപ്പോഴാണ് തീരുന്നത് അല്ലേ? കാരണം അദ്ദേഹത്തിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. ഓരോ സ്ഥലത്തും അദ്ദേഹം ഓടിയെത്തണം, ഓരോ കല്യാണത്തിനും ഓരോ മരണത്തിനും. കാരണം എൻ്റെ കുടുംബത്തിലെ അംഗം എത്തിയില്ലെങ്കിൽ ആരെത്തും? എൻ്റെ പിതൃതുല്യനായിരിക്കുന്ന ഒരാൾ എൻ്റെ കല്യാണത്തിന് വരണം, മരണത്തിന് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഓടിയെത്തുന്നതിനിടയിൽ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം ചിലപ്പോൾ നോക്കാൻ പറ്റിയില്ലായിരിക്കാം. ഈ പുതുപ്പള്ളിയിൽ ഇപ്പോൾ അതേ രീതിയിൽ തന്നെ സജീവമാകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്? ഞാൻ കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട്. കുറേ ബുദ്ധിമുട്ടാണ് എന്തായാലും അത് തീർച്ചയായിട്ടും. കാരണം അതിൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ളത്, ഇന്ന് മരണങ്ങളുടെ നിരക്ക് വളരെ കൂടുതലാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, കോവിഡിന് ശേഷം കോവിഡിൻ്റെതായ അനുബന്ധമായ കാര്യങ്ങൾ അറിയാമല്ലോ, ഞാനതിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, വ്യാപക മരണമാണ്. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ട്. കാരണം സംസ്ഥാനം മുഴുവൻ ആൾക്കാർ വിളിക്കുകയും ആൾക്കാരെല്ലാം ഇവിടെയും പ്രതീക്ഷിക്കുന്നു ഇതേപോലെ, അതേസമയം അവിടെ ഓടിയെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നം എനിക്കുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു സാധ്യത ഏത് രീതിയിലാണ്? ഒരു നേതാവ് 100% കോൺഗ്രസ് അധികാരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും ഇന്ത്യയിൽ കോൺഗ്രസ് തീർക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, സംഘടനാ സെറ്റപ്പ്, ഇതൊക്കെ തന്നെ തൃപ്തികരമായ രീതിയിലാണോ? അല്ല, സംഘടന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രശ്നമല്ലല്ലോ, അത് പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ പ്രശ്നങ്ങളാണ്. അതിന് പെട്ടെന്നൊരു ഫോർമുല ഇല്ല. പക്ഷേ ഓവർ ദി ഇയേഴ്സ് കറക്റ്റ് ചെയ്യാമെന്ന് കരുതുന്നു. കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാർട്ടിയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്കുള്ള ഒരു അവസരം, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പാർട്ടി എന്തൊക്കെ ചെയ്യണം? അല്ല, അതിനുവേണ്ടി ഓൾറെഡി 2025 മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും അത് പ്രാവർത്തികമാക്കി ആൾക്കാരെല്ലാം കൂട്ടിവരുത്തി ഒരു മുന്നൊരുക്കം നടത്തി. പിന്നെ ഇപ്പം ഞങ്ങളുടെയൊക്കെ ജില്ലയിൽ നോക്കിയാൽ ഇന്നലെ ACC സെക്രട്ടറി ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ ചാർജ് എടുപ്പായിരുന്നു. 2 ബ്ലോക്കിനെ ഒരുമിച്ചായിരുന്നു എൻ്റെ മണ്ഡലത്തിൽ ചാർജ് എടുപ്പ്. അദ്ദേഹം അവിടെ വന്നു. അത് 7 ദിവസമായിട്ട് എൻ്റെ ഡിസ്ട്രിക്റ്റ് നിൽക്കുകയാണ്. അങ്ങനെ ACC സെക്രട്ടറിമാരെ ഓരോ ജില്ലയിലും നിയോഗിച്ച് അതിൻ്റെ സംഘടനയെ ശക്തിപ്പെടുത്തുവാൻ, വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുവാൻ, അതിൻ്റെ ഇവാലുവേഷൻ നടത്തുവാൻ, മണ്ഡലം ബൂത്ത് വാർഡ് കമ്മിറ്റികൾ വിപുലീകരിക്കാനും അവിടുത്തെ വാർഡ് തലത്തിൽ വർക്ക് നടത്താനും ഒക്കെ എഫേർട്ട് എടുക്കുമെന്നല്ല, നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വളരെ ശക്തമായ എഫേർട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കുന്നു. പെട്ടെന്ന് അത് വേണ്ട എന്ന് പറഞ്ഞ് KPCC പ്രസിഡന്റ് കണ്ണൂരിലേക്ക് വരുന്നു. അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പം എന്തെങ്കിലും ചെറിയ വല്ല കാരണമായിരിക്കും മാറ്റി വെക്കേണ്ടി വന്നത്. ഇപ്പം പുതിയ കാര്യമൊന്നുമില്ല. രാഷ്ട്രീയകാര്യ സമിതി മാറ്റുക എന്ന് പറഞ്ഞ പുതിയ കാര്യമൊന്നുമില്ല. പലതവണ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന്. സംഘടന ഒറ്റക്കെട്ടാണല്ലോ. സംഘടന ഒറ്റക്കെട്ടാണ്, ഒറ്റക്കെട്ടായി നിൽക്കും. ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ പഞ്ചായത്തുകൾ ജയിപ്പിക്കും, മുനിസിപ്പാലിറ്റികൾ ജയിപ്പിക്കും. രണ്ടാമതും വീണ്ടും അധികാരത്തിൽ കോൺഗ്രസ് വരും. ഈ കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പുണ്ടോ? അല്ല, കോൺഗ്രസ്സിൽ എന്നും ഗ്രൂപ്പുണ്ട്, പുതിയ കാര്യമല്ല. കോൺഗ്രസ് ഉണ്ടായപ്പോൾ തൊട്ട് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് കോൺഗ്രസ് എന്ന വികാരം ഉള്ളവർ ഒറ്റക്കെട്ടായി, പക്ഷേ പാർട്ടിക്ക് പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നു. ഗ്രൂപ്പുണ്ടോ ഇല്ലാതൊന്നുമല്ല പ്രശ്നം, പാർട്ടിയാണ് വലുത്.
ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇല്ലേലും പാർട്ടി വലുതാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആന്റണിയുടെ പേരിലാണ് ഒരു ഗ്രൂപ്പ്, എ ഗ്രൂപ്പ് എങ്കിലും അതിന്റെ ഏറ്റവും നട്ടെല്ലായി നിന്നത് ഉമ്മൻചാണ്ടി സാറാണ്. ഇപ്പോൾ സാറ് പോയി, അതിനുശേഷം ആ ഗ്രൂപ്പിന്റെ അവസ്ഥ എന്താണ്? എ ഗ്രൂപ്പ് ഞാൻ എപ്പോഴും ഗ്രൂപ്പിൻ്റെ അപ്പുറം പാർട്ടിയാണ്, ഞാൻ പറഞ്ഞില്ല, പാർട്ടിയാണ് എപ്പോഴും വലുത്. പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ്സുകാരൻ്റെ ഉത്തരവാദിത്വം. പിന്നെ ചില ആശയങ്ങൾ ഉറച്ചു നിൽക്കുന്നവർ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കാണും. അല്ല, ആ ആശയം ഒരിക്കലും നശിക്കുന്നില്ല. ഉമ്മൻചാണ്ടിയും ആൻ്റണിയും ഉന്നയിച്ച ആശയങ്ങളും അതുപോലെ ഉമ്മൻചാണ്ടിയിൽ പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ചവരും ആൻ്റണിയിൽ പ്രതീക്ഷ വെച്ചവരും ഒരു ആദർശവും അവരുടെ ജീവിത ശൈലിയും സരളതയും സത്യസന്ധതയും ആത്മാർത്ഥതയും അതിൽ ആത്മാർത്ഥമായ ആളുകൾ ഇടപെടുന്ന രീതിയും കണ്ട് ഒപ്പം നിന്നവരാണ്. അതല്ലാതെ വേറെന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുമെന്നോ നേട്ടം കൊയ്യാമെന്നോ വിചാരിച്ച് നിൽക്കുന്നവരല്ല. ആ ആത്മാർത്ഥപ്പെട്ട ആൾക്കാർ ഇന്നും അവിടെ ഉണ്ട്. അവരിന്നും അവരെ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു. പക്ഷേ ചില ആദർശങ്ങളുടെ കൂടുതൽ പ്രാധാന്യം അവർ കൊടുക്കുന്നു. അതിന് വേറൊരു തലത്തിലേക്ക് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. അതിന്നും നിലനിൽക്കും, എന്നും നിലനിൽക്കും. ഉമ്മൻചാണ്ടിയും ആൻ്റണിയും അവർ നയിച്ച പ്രസ്ഥാനം ഇന്നും ശക്തമായി അതേ രീതിയിൽ കോൺഗ്രസ്സായി തന്നെ നിൽക്കുന്നു. എ ഗ്രൂപ്പ് എന്ന സംവിധാനത്തിനൊപ്പം തന്നെയാണോ ചാണ്ടിയും? ഞാൻ കോൺഗ്രസിനോടൊപ്പമാണ്, കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരോടൊപ്പമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൽ ചില ആദർശങ്ങളുണ്ട്. അതിനകത്ത് സത്യസന്ധമായ പെരുമാറ്റം, ആത്മാർത്ഥമുള്ള പെരുമാറ്റം, ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്, അതിൽ നിന്നും പിന്മാറ്റമില്ല. ആ ആദർശത്തിൽ ഞാനും വിശ്വസിക്കുന്നു, അതിനോടൊപ്പമാണ് ഞാനും. അതല്ലേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം. അതാണ് എൻ്റെ ആദർശം, കോൺഗ്രസിൻ്റെ ആദർശം. അപ്പം ഈ പറഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി പെരുമാറ്റം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയും ആൻ്റണിയും പ്രത്യേകത തന്നെയാണല്ലോ. ആ ആദർശത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനോടൊപ്പം ഞാൻ എന്നും കാണും. ഒരിടത്തും പോകത്തില്ല, അവിടുന്ന് ഒരിടത്തും ഞാൻ പോകത്തില്ല. ഗ്രൂപ്പ് മാറി എവിടെയെങ്കിലും പോയി എന്നൊക്കെ അല്ല, ഞാൻ പറഞ്ഞ ആദർശം ഞാൻ എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി ആദർശത്തിലാണ് വിശ്വസിക്കുന്നത്. ആദർശത്തിൽ ഞാൻ മാറില്ല. ആ ആദർശം ഇപ്പോൾ ആരാണ് കൊണ്ടു നടക്കുന്നത്? അങ്ങനെ ഒന്നും നടക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കൊണ്ടു നടക്കുന്നത്, നമ്മുടെയൊക്കെ മനസ്സിലാണ് കൊണ്ടു നടക്കുന്നത്. ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ കൊണ്ടു നടക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവരോടൊപ്പമാണ് ഞാൻ. ഇപ്പോൾ കെ.സി. ജോസഫ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട, അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ രണ്ട് നേതാക്കളാണ് ഉമ്മൻചാണ്ടിയുടെ ഇടവും വലവും നിന്ന് ഗ്രൂപ്പിനെ മുന്നോട്ട് നയിച്ച ആളുകൾ. അവരൊക്കെ തന്നെ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന യുവ നേതാവിനെ അവരുടെ നേതാവായി അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഞാനൊരു കോൺഗ്രസിൻ്റെ അണിയാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. പക്ഷെ എൻ്റെ ആദർശം അതാണ്, എൻ്റെ വിശ്വാസം അതാണ്. ആ വിശ്വാസം വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടല്ലോ. ഇതിനകത്തിപ്പോൾ എന്നെ നേതാവാക്കണമെന്ന് ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ നേതാവല്ല, ഞാൻ ഈ പാർട്ടിയുടെ ഒരു അണി മാത്രം, സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ ആദർശം ആൻ്റണിയുടെ ഉമ്മൻചാണ്ടിയുടെ ആദർശമാണ്. സത്യസന്ധമായും നീതിപൂർവമായും ആൾക്കാരോട് ഇടപെടുന്ന രീതി എനിക്ക് കാണിച്ചു തന്ന ഇവർ രണ്ടുപേരുമാണ്. ആ ആദർശം എന്നോടൊപ്പം എന്താ പറയുക എന്നും കാണും. ആ ആദർശത്തിൽ തന്നെ ആരും മാറ്റാൻ സാധിക്കത്തില്ല. ഇപ്പോൾ KPCC പ്രസിഡന്റ് കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണല്ലോ. അങ്ങനെ ഒന്നും ചർച്ചയില്ലല്ലോ. അവർ ചർച്ച ഇപ്പോൾ അവിടെ ക്വസ്റ്റ്യനേ ഇല്ല. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്ന എല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് 2 തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 3 തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അദ്ദേഹത്തിന് നേതൃത്വം നടന്നു, 2 ജയിച്ചു. അതുപോലെ തന്നെ എൻ്റെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം നയിച്ചു. അതുപോലെ തൃക്കാക്കര നയിച്ചു, പാർലമെൻറ്റ് ഇലക്ഷൻ നയിച്ചു. അവിടെ എല്ലാം വൻപിച്ച വിജയം പാർട്ടിക്കുണ്ടായല്ലോ. നേതൃമാറ്റം ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു സാഹചര്യം ഒരുങ്ങിയാലല്ലേ ഉള്ളൂ അതിൻ്റെ ആവശ്യം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതങ്ങനെ തന്നെയാണ്. പക്ഷേ കെ സുധാകരൻ മാറിയാൽ കൊള്ളാം എന്ന് ആരെങ്കിലും പാർട്ടിയിൽ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ മാധ്യമങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളാരും ചിന്തിക്കുന്നില്ല. ഈ മാധ്യമങ്ങളാണ് കുഴപ്പമുണ്ടാകുന്നത്, നിങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ഞങ്ങളാരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അല്ല, മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്തകളൊക്കെ നൽകുന്നത് നിങ്ങളെ പോലുള്ള ആളുകൾ എന്തെങ്കിലും ഒരു സൂചനകൾ നൽകുന്നത് കൊണ്ടായിരിക്കാമല്ലോ. അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ വാർത്തയെക്കുറിച്ച് ഞാൻ പറയണോ? ഇവിടെ സോളാറിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ പുകൽ എന്തൊക്കെയാണ്. ഇപ്പം മല എലിയെ പറ്റതുപോലായില്ലേ, മല എലിയെ പറ്റതുപോലായില്ലേ. സോളാറിന്റെ സമയത്ത് ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരവസ്ഥ എന്തായിരുന്നു? ഇങ്ങനെ ഒരു ആരോപണം ഒരു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും നേരിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സാർ അത് പിടിച്ച് നിന്നു എന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അല്ല. എനിക്കിപ്പം അത് എനിക്ക് തോന്നി അദ്ദേഹത്തിന് ഒരു കുലുക്കം പോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ലോകത്താരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അദ്ദേഹത്തിനറിയാം. അപ്പം ആ സത്യസന്ധതയിൽ അദ്ദേഹം മടിയുറച്ചു നിന്നു. അതേ ഈശ്വരവിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. ആ ദൈവവിശ്വാസം അദ്ദേഹത്തെ സംരക്ഷിച്ചു.
ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ്, ദൈവം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ആ സത്യം അദ്ദേഹത്തിന് ചുറ്റും പരിചയമായിട്ടുണ്ടായിരുന്നപ്പോൾ, ദൈവം കൂടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിനൊന്നും ഭയപ്പെടാനില്ല. അപ്പം അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അത് കാലം തെളിയിച്ചില്ലേ, കാലം തെളിയിച്ചല്ലോ. കാലം ഒരു പുകമുറ പോലും ഇല്ലാത്ത രീതിയിൽ സത്യം തെളിയിച്ചു. ഈ വ്യാജ ആരോപണം ഉന്നയിച്ചവർ ഇളിഭ്യരായി തീർന്നു, അതിന് ചൂട്ടുപിടിച്ചവർ ഇളിഭ്യരായി തീർന്നു. അതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വിശകലനം നടത്തണം, ചെയ്തത് ശരിയാണോ. CD തപ്പി അത്രയും മോശമായ പ്രവർത്തനം നടത്തി ഇവിടെ മാധ്യമരംഗത്ത് രാഷ്ട്രീയം കലർത്തിയവർ ചിന്തിക്കണം, ചെയ്തത് ശരിയാണോ. അവരെ ഒരു വിരൽ അങ്ങോട്ട് നോക്കിയപ്പോൾ കാണിച്ചപ്പോൾ 3 എണ്ണം ഇങ്ങോട്ടായിരുന്നു. അപ്പം ഇന്ന് അവർ ചിന്തിക്കണം, അത് ചെയ്ത് ശരിയാണോ, ശരിയല്ലെങ്കിൽ തെറ്റേറ്റു പറയാൻ റെഡിയാവണം. അതാണ് ഞാൻ പറയുന്നത്. ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ നമുക്ക് ഇത്രയും വേഗം നഷ്ടപ്പെടാൻ ഇതൊരു കാരണമായിട്ടുണ്ടോ? ആയിരിക്കാം. അദ്ദേഹത്തിന് ഈ 2015 ആദ്യമായിട്ട് ഈ ത്രോട്ടിന് പ്രശ്നം വരുന്നത്. അപ്പോൾ 13-ൻ്റെ പ്രഷർ അദ്ദേഹം തൻ്റെ എന്താ പറയുക, ആ ഒരു വീക്ക്നെസ് അവിടെ വരാൻ കാരണം ചിലപ്പോൾ ഇത്രയും പ്രഷർ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു ആ പോയിന്റിലായിരിക്കും അസുഖം വരാൻ ആദ്യമായിട്ട് വന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് നമ്മൾ കവർ ചെയ്യാൻ പറ്റി. 19 വന്നു. ആ പ്രാവശ്യവും നമുക്ക് മരുന്ന് കൊടുത്തും മറ്റുള്ള മെഡിസിൻസ് കൊടുത്തും അദ്ദേഹത്തിന് ഓവർകം ചെയ്യാൻ പറ്റി. പക്ഷെ 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ നമുക്കത് സാധിച്ചില്ല. അതിനകത്ത് എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ ചിലർ കൂട്ടുനിന്നു. അദ്ദേഹത്തെ രോഗിയെ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കുന്നില്ല എന്നുള്ളൊരു വ്യാജ പ്രചരണം നടത്തുവാൻ ചില മാധ്യമങ്ങൾ, അല്ല മാധ്യമം എന്ന് പറയാൻ പറ്റില്ല, മാധ്യമം എന്ന പേരിൽ ധർമ്മമില്ലാത്തവർ. മാധ്യമത്തിന് ഒരു ധർമ്മമുണ്ട്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും എല്ലാ മാധ്യമങ്ങളും ആ ധർമ്മം വിട്ട് മാറാറില്ല. പക്ഷെ ചിലർ മാധ്യമ ധർമ്മം എന്നുള്ളത് അറിയില്ല അവർക്ക് എന്താണ്. എന്ത് കൈ വരുന്നു അത് വായിക്കുന്നത് മാധ്യമധർമ്മമാകുമോ? അത് അധർമ്മമാണ്. അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു. എൻ്റെ പിതാവിനോട് അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു, എൻ്റെ കുടുംബത്തോട് അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു. ഇത്രയും മാന്യതയില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഇത്ര പെട്ടെന്നുള്ള വിയോഗം എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഈ ചെയ്തവരോട് ചരിത്രം ക്ഷമിക്കില്ല, ദൈവം ക്ഷമിക്കട്ടെ, ചരിത്രം ക്ഷമിക്കില്ല. എന്തായാലും ഈ ആ സമയത്ത് ഈ മരുന്ന് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾക്കെതിരെ, കുടുംബത്തിനെതിരെ വലിയ തോതിലുള്ള പ്രചാരണം നടന്നത്. മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും തളർത്തുന്ന ഒരു അല്ല, അതിനെ സംബന്ധിച്ച് 2 പ്രാവശ്യം അസുഖം വന്നല്ലോ. ആദ്യത്തെ പ്രാവശ്യം ആരും അറിഞ്ഞു പോലുമില്ല. അല്ല, അതിന് എൻ്റെ ഒരു സംശയം, അതിൽ ഈ പാർട്ടിയിലുള്ള ആരെങ്കിലും ഉണ്ടോ ചാണ്ടി ഉമ്മനെ തളർത്തുക അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഒന്ന് സൈഡ് ലൈൻ ചെയ്യുക എന്ന രീതിയിൽ പാർട്ടിയിൽ ആരെങ്കിലും അത് കുത്തിപ്പോക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്? കാലം തെളിയിക്കട്ടെ. സംശയമുണ്ട് അങ്ങനെ? കാലം തെളിയിക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. അത് ഉമ്മൻചാണ്ടിയിൽ നിന്ന് പഠിച്ച ആ പാഠം ഇപ്പോൾ താങ്കൾ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരികയാണ്, ക്ഷമ എന്ന ഒരു പാഠം. അല്ല, അത് ക്ഷമ തീർച്ചയായിട്ടും നമ്മൾ ആരോടും വൈരാഗ്യം കാത്ത് സംരക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തിന് കാരണം ഈ തരത്തിലുള്ള മാധ്യമ അധർമ്മമാണ്. മാധ്യമം എന്ന് ഞാൻ പറയില്ല, അധർമ്മമാണ്. ആര് ചെയ്തോ അവർക്കറിയാം, ആര് ചെയ്തോ അവർക്കറിയാം ഇത് അധർമ്മമാണ്. ഇപ്പം സോളാർ സമയത്തെ പോലല്ല. സോളാർ സമയത്ത് ആരോടും പറയുന്നതും മറ്റതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കാര്യമെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇതങ്ങനെയാണോ? ഇതൊരാളുടെ മാനസികാവസ്ഥയെ തകർക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ കിട്ടുന്ന വിധത്തിൽ ഒറ്റപ്പെടുത്തിയെന്നും തടവിലാക്കിയെന്നും ഇങ്ങനെ വാർത്ത കൊടുത്ത് 100 കണക്കിന് ആൾക്കാർ വന്നു. മാനസികമായി തളരത്തില്ല വ്യക്തി. സുഖമില്ലാതിരിക്കുന്ന വ്യക്തിയോട് ഇതാണോ ചെയ്യുന്നത്? പിന്നെയും മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ്? മാധ്യമപ്രവർത്തനം എന്നാണ് പറയുന്നത്, ഇതാണോ മാധ്യമപ്രവർത്തനം? സോളാർ സമയത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് പിന്നിൽ നിന്നുള്ള ഒരു കുത്ത് ഉമ്മൻചാണ്ടി, സോളാർ സമയത്തൊക്കെയുള്ള രാഷ്ട്രീയപരമായുള്ള ആരോപണങ്ങൾ എന്നല്ലാതെ അതിൻ്റെ അപ്പുറമൊന്നുമില്ല. അദ്ദേഹത്തെ ബാധിച്ചിട്ട് എന്താ പറയുക, അറ്റ്ലീസ്റ്റ് പുറമേ അത് ബാധിച്ചിരുന്നില്ല. ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു, അത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ ഇട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ അതൊക്കെ ചുമ്മാ ഓരോരുത്തർ പറയുന്നതല്ലാതെ, ഇതിപ്പം ആരാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞത്, ആരാണ് കല്ലെറിഞ്ഞത്,
ആരാണ് അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ അദ്ദേഹത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി അച്ചടിച്ച് വാർത്ത വരുത്തിയത്? എനിക്ക് അമേരിക്ക കമ്പനി ഉണ്ടെന്ന് പറഞ്ഞത് ആരാ? എനിക്ക് ബാലരാമപുരത്ത് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞ ദേശാഭിമാനിയാണ്. കോൺഗ്രസ്സുകാരാണോ? ഇവർ തന്നെ ചെയ്തിട്ട് അതെല്ലാം കോൺഗ്രസിൻ്റെ തലയിൽ വെച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലുമില്ല. ഇത്രയും ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം അത് നേരിടാനും ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിന് പ്രഖ്യാപിക്കാനും ഒക്കെ ഉമ്മൻചാണ്ടി സാറ് തയ്യാറായത് ഇത് എന്നെങ്കിലും ഒരിക്കൽ ഈ സത്യം പുറത്തു വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും സത്യമാണ് ദൈവം. ദൈവമല്ലാതെ വേറെ സത്യമില്ല. അപ്പോൾ ആ ദൈവം കാലവും ഒക്കെ അത് സത്യം തെളിയിച്ചല്ലോ. CBI പോലും കുറ്റക്കാരനല്ല എന്ന് എഴുതി കൊടുത്തില്ലേ? ഇതിൽ പരം എന്ത് വേണം? അപ്പോൾ ഇത്തരം ഒരു വ്യാജ ആരോപണം ഉന്നയിച്ച ആളുകളൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ വരേണ്ടവരല്ലേ ശരിക്കും? അത് വരേണ്ടതാണ്. പക്ഷേ ഇതിനകത്ത് ഒരു റിക്കൺസിലിയേഷൻ എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം സൗത്ത് ആഫ്രിക്കയിലാണെങ്കിലും ചില പൊളിറ്റിക്കൽ അപ്പീഹിയൽസിന് ശേഷം നമ്മൾ ക്ഷമിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം കൂടിയുണ്ട്. ഞാൻ ആ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മളോടൊരാൾ ദ്രോഹം ചെയ്തെന്ന് പറഞ്ഞ് എന്നും അയാൾ ആ ദ്രോഹം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് കാണത്തില്ലായിരിക്കും. ആ സാഹചര്യം ചെയ്തു പോയി. ഇനി അത് പറഞ്ഞ് പിന്നെ ഒരു സമൂഹത്തിൽ ഒരു വീണ്ടും ഒരു കുഴപ്പമുണ്ടാക്കാനോ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഞങ്ങളോട് ഇന്ന ദ്രോഹം ചെയ്തില്ലേ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ ഒരു റിക്കൺസിലിയേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാര്യം ശ്രീലങ്കയിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ റിക്കൺസൈൽ ചെയ്യാണ്, ആ വ്യക്തിയുമായിട്ട് റിക്കൺസൈൽ ചെയ്യും. ഞാൻ ക്ഷമിക്കുക മാത്രമല്ല റിക്കൺസൈൽ ചെയ്യാണ്. അതൊരു പിന്നെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ സമൂഹത്തിനോട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഈ വ്യക്തിയോടുള്ള വൈരാഗ്യവുമായി വെച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കില്ല. എൻ്റെ മുന്നിൽ വരുന്ന പാവപ്പെട്ടവനോട്, എൻ്റെ മുന്നിൽ വരുന്ന സാധാരണക്കാരനോട്, എൻ്റെ മുന്നിൽ വരുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയോട് ഞാൻ നീതി കാണിക്കണമെങ്കിൽ ഈ വ്യക്തിയോട് വൈരാഗ്യം വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ആ വൈരാഗ്യം ഞാൻ മാറ്റിവെക്കുന്നു. അതേസമയം എൻ്റെ സമയത്തോളം, ഞാനുള്ള സമയത്തോളം എനിക്ക് നീതി നടപ്പാക്കി എൻ്റെ സാധാരണക്കാരന് കൊടുക്കണം, എൻ്റെ സഹോദരന് കൊടുക്കണം, എൻ്റെ ഫെലോ സിറ്റിസന് കൊടുക്കണം. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതിനോടൊപ്പം താങ്കൾ ഒരു ബിരുദധാരിയാണ്, സുപ്രീം കോടതിയുടെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത ആളാണ്. അപ്പോൾ നിയമത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കാനും അവർക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് ചിന്തിക്കാവുന്ന വിഷയമല്ലേ? ചിന്തിക്കാവുന്ന വിഷയമാണ്, ചിന്തിക്കേണ്ടതുമാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ അതിനിട കൊടുക്കുന്നില്ല. അത് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞിരുന്നു അവരോടൊക്കെ ഇനിയൊരു ശത്രുതാപരമായ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എൻ്റെ ഒരു നിലപാട് ഈ സോളാർ സമയം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. എൻ്റെ ഒരു നിലപാട് ദൈവം നോക്കിക്കോട്ടെ എന്നുള്ളതായിരുന്നു. കേസ് കൊടുക്കണമെന്ന് പലരും പറഞ്ഞു. കേസ് കൊടുക്കാത്തതുകൊണ്ട് പലരും ചിന്തിച്ച് എന്തോ ഉണ്ട്. ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറല്ല. കാരണം എനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, അത് എന്നോട് തന്നെയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ പൂർത്തിയാക്കണം. അതിന് ഇത് ചിലപ്പോൾ എനിക്കൊരു ബാഗേജായിട്ട് വരും, എനിക്കൊരു ബാധ്യതയായിട്ട് വരും. അപ്പം ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കാനാണ് ഞാൻ നോക്കുന്നത്. മറ്റൊരാളെ ഞാൻ നോക്കിയിരിക്കുന്നില്ല. അയാൾ ചെയ്തത് അയാളുടെ കർമ്മം. ബോധ്യപ്പെടുത്തേണ്ടത് ജനങ്ങളെ മാത്രം. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് അയാളുടെ പുറകെ ഓടാൻ സമയമില്ല. എനിക്ക് എൻ്റെ ഓട്ടം നേരെയാണ്. അത് ഇവിടുത്തെ പാവപ്പെട്ടവനും സാധാരണക്കാരനും വേണ്ടി നീതി നടപ്പിലാക്കി കൊടുക്കുക. എന്നെ ഇപ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല രീതിയിൽ നടപ്പിലാക്കുക. ഈ സമൂഹത്തിൽ നന്മയുണ്ടാക്കുക, ഈ സമൂഹത്തിൽ ക്ഷമയുണ്ടാക്കുക, ആരോടും വൈരാഗ്യം വെക്കാതിരിക്കുക. ഈ ആരോടും വൈരാഗ്യം വെക്കാതിരിക്കുക എന്നുള്ള ആ കാര്യം അത് താങ്കൾക്ക് പാരയായി വന്നിട്ടുണ്ടോ? കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് താങ്കൾ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് താങ്കൾക്ക് തന്നെ പാരയായി വന്നിട്ടുണ്ടോ? അല്ല, ഞാനത് വ്യക്തിപരമായ ഒരു കാര്യം വ്യക്തിപരമായ സാഹചര്യത്തിൽ സൂചിപ്പിച്ചത് മാത്രമാണ്. ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ നേതാവ് മഹാത്മാഗാന്ധിയാണ്. എൻ്റെ നേതാവ് രാജീവ് ഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണെങ്കിലും ആ ഒരു നിലപാടുകാരനായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. രാജീവ് ഗാന്ധി അടൽ ബിഹാരി വാജ്പേയിയെ പ്രത്യേക താല്പര്യമെടുത്ത് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് അയച്ചതാണ്. എൻ്റെ നേതാക്കന്മാരുടെ ആശയവും എൻ്റെ നേതാക്കന്മാരുടെ ശൈലിയും അതാണ്. സ്വന്തം പിതാവിൻ്റെ ഘാതകരോട് ക്ഷമിച്ച നേതാവിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. സ്വന്തം ഭർത്താവിനോട് കൊന്നവരോട് ക്ഷമിച്ചവരുടെ നേതാവാണ് സോണിയാഗാന്ധി. ആ ആദർശത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ ഒരു ആദർശമേ ലോകത്ത് നിലനിൽക്കത്തുള്ളൂ. കാരണം നമുക്ക് ഓരോരുത്തർക്കും
ഓരോ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കണമെങ്കിൽ ആരോടും വൈരോഗ്യം വെച്ചും നമുക്ക് പുലർത്തിയാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കത്തില്ല. നമ്മുടെ വേറെ ട്രാക്ക് തെറ്റും. നമ്മുടെ ട്രാക്ക് സ്ഥിരമായി ഓടണമെങ്കിൽ എൻ്റെ ഫാദർ കാണിച്ചു തന്നെ അദ്ദേഹത്തിൻ്റെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കിന്നും ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു വ്യക്തി വീട്ടിൽ വന്നു, 94-ലാണ്. അപ്പോൾ അയാളിങ്ങനെ കരയുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ ആ പുള്ളിയോടൊന്ന് ക്ഷമിക്കണം, എന്താ കരയുന്നത്? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച ആളാണ്, പോലീസ് വെറുതെ വിടണം എന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നത്. എന്നിട്ട് ആ വ്യക്തിയോട് ക്ഷമിച്ച് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കേസ് എടുക്കരുത് പറഞ്ഞ് കേസ് എടുപ്പിച്ചിട്ടില്ല. അതാണ് എനിക്കുള്ള മാതൃക. ഇപ്പം മുഖ്യമന്ത്രി ചെയ്തൊരു കാര്യത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയേ ചെയ്തുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ നോക്കിക്കോളൂ, എൻ്റെ പുറത്ത് സൈബർ ആക്രമണം പുതിയൊരു കാര്യമല്ല. എൻ്റെ പിതാവിനെ വെറുതെ വിട്ടിട്ടില്ല. രമേശ്, ആ സൈബർ ആക്രമണം പാർട്ടിക്കകത്ത് നിന്ന് തന്നെയല്ലേ വന്നത്? അതെങ്ങനെ പറയാൻ പറ്റുക? പാർട്ടിക്കാരാ ചെയ്തെന്ന് ഞാനങ്ങനെ പറയും? പാർട്ടിയുടെ പേര് വിട്ടാൽ പോരെ? ഈ ആട്ടിൻ തോലിട്ട ചെന്നായി വരുമ്പം ആട്ടിൻ തോലിട്ടല്ലേ വരുന്നേ? അവർ കോൺഗ്രസ്സുകാരാണെന്ന് എങ്ങനെയാണ് പറയാം? എൻ്റെ അപ്പയെ ആക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടവർ കോൺഗ്രസ്സുകാരെന്ന് ഞാൻ പറയുമോ? അവർ കോൺഗ്രസ്സുകാരുടെ വേഷത്തിലുള്ള ചെന്നായിക്കളാണ്. അവർ കോൺഗ്രസ്സുകാരൊന്നുമല്ല. കോൺഗ്രസ്സുകാർക്ക് ഉമ്മൻചാണ്ടിയെ ആക്ഷേപിക്കാൻ പറ്റില്ല, കോൺഗ്രസ്സുകാർക്ക് എ ആക്ഷേപിക്കാൻ പറ്റത്തില്ല, സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആക്ഷേപിക്കാൻ പറ്റത്തില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ വേഷത്തിലുള്ള വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ വന്ന് ചെയ്താൽ നമ്മൾ കോൺഗ്രസ്സുകാരോടാണ് വാശി തീർക്കുന്നത്. പാർട്ടിയിൽ നിന്ന് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയെ ഇത്രയും നല്ല ഒരു രീതിയിൽ ഞാനെന്ത് പറഞ്ഞു? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഏറ്റവും നല്ല രീതിയിലാണ് എന്താ ഞാൻ പറഞ്ഞു? അങ്ങനെ പറഞ്ഞു അല്ല, ഈ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഏറ്റവും കരുതലോടുകൂടി പിണറായി വിജയൻ നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ശരിയാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു, ശരത്തിനോടും കൃപേഷിനോടും ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു ഇന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തു, അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വ്യക്തിപരമായൊരു കാര്യം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് മന്ത്രി ശിവൻകുട്ടി അഭിനന്ദിച്ചല്ലോ. അത് വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. കാരണം അത്ര നല്ല രീതിയിൽ കലോത്സവം നടത്തി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു, ഞാനും അഭിനന്ദിച്ചു. അതിനുശേഷം അദ്ദേഹമായിട്ടൊരു കാർമൽ സ്കൂളിലൊരു വേദിയിലുണ്ട്, ഞാനും മന്ത്രിയെ അഭിനന്ദിച്ചു. അതും കുഴപ്പമാണോ? അങ്ങനെ രാഷ്ട്രീയമാണെങ്കിൽ പുള്ളി CPM അല്ലേ, അഭിനന്ദിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇ കെ നയനാരും കെ കരുണാകരനും തമ്മിലുള്ള ബന്ധം, രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ഭയങ്കര എന്താ പറയുക ശത്രുക്കളല്ലായിരുന്നു. അവർ തമ്മിൽ കണ്ടിട്ടില്ല, വ്യക്തിപരമായി എന്തുമാത്രം സൗഹാർദ്ദം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് രാഷ്ട്രീയം വേറെയാണ്, വ്യക്തിപരമായ കാര്യം വേറെയാണ്. വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞതിന് അതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കളത്തി ഞാൻ പുള്ളിയോട് ചേർന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, കണ്ണൂരിൽ നിന്നായിരിക്കും അതിന് താങ്കൾക്ക് കൂടുതൽ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ടാവും. കണ്ണൂരിൽ നിന്നും ആരും എന്നെ വിമർശിച്ചിട്ടില്ല. കേസുമായിട്ട് ഞാൻ സംസാരിച്ചു, അതേ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കേസൊന്നും കണ്ടാൽ മിണ്ടില്ല പിണറായി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യം, നിങ്ങളെ വഴിയിൽ ഒരാൾ കുത്തിയിട്ടിട്ട് പോയി, അടുത്തൂടെ വന്ന് നിങ്ങളുടെ വിരോധമായ രാഷ്ട്രീയക്കാരനാണ്, ആ കടുത്ത വിരോധമുള്ള അയാൾ നിങ്ങളെ ആശുപത്രിയിലാക്കിയ കാര്യം നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ വിമർശിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വിരോധമുള്ളൊരു രാഷ്ട്രീയക്കാരനാണ്, നിങ്ങളെ കൊണ്ട് ആശുപത്രിയിലാക്കിയത് അയാളാണ്, നിങ്ങൾ പുറത്ത് പറഞ്ഞു അയാളാണ് ആശുപത്രിയിലാക്കിയത്. പിന്നെ നിങ്ങളുടെ പുറത്ത് ആക്രമണം, പിന്നെ അത്തരം രാഷ്ട്രീയത്തിൽ ചാണ്ടി ഉമ്മൻ വിശ്വസിക്കുന്നില്ല. ആരോടും ഞാൻ എൻ്റെ നിലപാടാണ്, ആരോടും വൈരാഗ്യമില്ല. അതേസമയം രാഷ്ട്രീയമായി പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ എതിർത്തൊരു MLA ആണ് ഞാൻ കറുപ്പൊടുപ്പിട്ടാണ് എൻ്റെ പ്രവർത്തകരെ ആക്രമിക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ യൂത്ത് കോൺഗ്രസ്സുകാരെയും കേസ് ഇന്നും ഞങ്ങൾ രണ്ടുപേരെ കണ്ടു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ചെടിച്ചട്ടി കൊണ്ട് അടിച്ചവർ, കേൾവി ശക്തി നഷ്ടപ്പെട്ടവർ, ആ സമരത്തിൽ ഞാൻ കസേരയിട്ട് വഴിയിൽ പ്രതിഷേധിച്ച ആളാണ്. കറുപ്പുടുപ്പിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ സമരം നടത്തിയ ആളാണ്. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ച ആളാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ വ്യക്തിപരമായി ആരെ അധിക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല, വ്യക്തിപരമായി അധിക്ഷേപിക്കില്ല. എൻ്റെ മാർഗം അതല്ല, എൻ്റെ പിതാവിനെ കാണിച്ചു തന്നിട്ടില്ല. പക്ഷേ രാഷ്ട്രീയമായി പറയാനുള്ളത് പറഞ്ഞിരിക്കും, എതിർത്തിരിക്കും, അതിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടിനെയും കൂടുതൽ ഇത് സൈബർ ആക്രമണത്തിൻ്റെ ബാക്കി പത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. അവരൊരു നരേറ്റീവ് സൃഷ്ടിക്കുന്നു. ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്, അടിയുറച്ച.
എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 4 വർഷമായി രാജീവ് ഗാന്ധിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് 91 അന്ന് തൊട്ട് ഇന്ന് വരെ അടിയുറച്ച കോൺഗ്രസ്സുകാരൻ. എൻ്റെ പാർട്ടിയെ വിട്ട് ഞാനൊരു തീരുമാനമെടുത്തിട്ടില്ല. എത്ര സമരം വേണമെങ്കിലും പാർട്ടിയോടൊപ്പം നിൽക്കുവാനും നടത്തുവാനും ഞാനുള്ള വ്യക്തിയാണ്. പക്ഷേ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കത്തില്ല. എൻ്റെ പിതാവിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുന്ന സമയത്ത് ഒരാൾ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഈ ഉമ്മൻചാണ്ടി വിചാരിച്ചിരുന്നുവെങ്കിൽ ചാണ്ടി ഉമ്മൻ ഇതിനു മുമ്പേ MLA ആകുമായിരുന്നു, പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തുമായിരുന്നു. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പിൻഗാമിയെ സൃഷ്ടിക്കുന്നില്ല. ജനങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ മാത്രം വന്ന ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. അദ്ദേഹം ജനങ്ങളുടെ പുറത്ത് ഒന്നിനെ അടിച്ചേൽപ്പിക്കുന്നില്ല, പാർട്ടിയുടെ പുറത്ത് ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. പാർട്ടിയോട് പറയുന്നില്ല ഇന്ന വ്യക്തി ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ, എൻ്റെ മകൻ മത്സരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ, അദ്ദേഹം പറയില്ല. നടക്കുവാണെങ്കിൽ നടക്കട്ടെ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഇഷ്ടമാണ് ആ രീതിയിൽ പോവുക എന്നുള്ളത്. അവൻ മുന്നോട്ട് വരുവാണെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പം ഞാനും അനുസരിച്ച് നിന്നിട്ടേ ഉള്ളൂ. കാരണം ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കാരണം ഇത്രയും വലിയ അവസരം എൻ്റെ പിതാവിന് കൊടുത്തു. 50-ലേറെ വർഷക്കാലം ഈ പാർട്ടിയുടെ പ്രവർത്തകർ അദ്ദേഹത്തെ MLA ആക്കിയും മുഖ്യമന്ത്രിയാക്കിയും പ്രതിപക്ഷ നേതാവാക്കിയും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ അംഗീകാരമാണ്. ഇപ്പം ഞാൻ കയറി വേറെ അംഗീകാരം ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പം എൻ്റെ പിതാവിന് കിട്ടിയ ഒരു അംഗീകാരത്തിന് ഞാൻ പിന്നെ അതിൻ്റെ ബാക്കി പത്രം നോക്കി പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെതായ എൻ്റെ പാതയുണ്ട്. ആ പാതയിൽ ഞാൻ ട്രാക്ക് തെറ്റിപ്പോവും അദ്ദേഹത്തിൻ്റെ പാതയിലേക്ക് കയറിയാൽ. അദ്ദേഹം ഒരു വഴി വെട്ടി മുന്നോട്ട് പോയി. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു വഴിവെട്ടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. ഈ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന സമയത്താണ് താങ്കൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചെയർമാനായി വരുന്നത്. അദ്ദേഹത്തിൻ്റെ 1-ാം ചരമ ദിനത്തിൽ തന്നെ അതിൽ നിന്ന് താങ്കളെ ഒഴിവാക്കുന്നു. അത് താങ്കളോട് സംസാരിക്കുക പോലും ചെയ്യാതെയാണ് അങ്ങനെ ചെയ്തതെന്ന്. അത് വലിയൊരു വിഷമം തന്നെയല്ലേ മനസ്സിലിപ്പോഴും? അല്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ പഴയതല്ലേ. പാർട്ടിയാകുമ്പോൾ ചില തീരുമാനം സങ്കടമല്ലേ? എന്തായാലും അത് തീർച്ചയായിട്ടുമാണ്. കാരണം ഒന്ന് സംസാരിക്കാമായിരുന്നു. തീർച്ചയായിട്ടുമാണ്. ഞാൻ രാജി എഴുതി കൊടുത്തേനെ, എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന് പിന്നിൽ ഈ അല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിലേക്കൊന്നും പോകുന്നത് അതൊക്കെ ഇമ്മെറ്റീരിയലായിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പാർട്ടി ഇപ്പോൾ എൻ്റെ അടുത്ത് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് എഴുതി കൊടുക്കും. ഇന്ന് എൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നോട് പറയുകയാണ്, ഞാൻ അങ്ങനെ തീരുമാനിക്കുന്ന ആളാണ്. ഏറ്റവും വിഷമമുണ്ടാക്കിയത് ആ ദിവസം തിരഞ്ഞെടുത്തതാണ്. അല്ല, ഞാനതിലേക്ക് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ പാർട്ടി തീരുമാനത്തിനൊപ്പം. അതിന് പിന്നിൽ ആരാണ് എന്ന് പറയാൻ പാർട്ടിയല്ലേ, പാർട്ടി ആകുമ്പോൾ പല തീരുമാനങ്ങൾ എടുക്കും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുശേഷം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ചുമതല നൽകാതെ വിഷമിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. എന്താണ് അതെല്ലാം ഞാൻ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അതെല്ലാം നമുക്കിനി ഞാൻ പറഞ്ഞു, റിക്കൺസിലേഷനാണ് എൻ്റെ ഒരു മോഡ് ഓഫ് അപ്രോച്ച്. റിക്കൺസിലേഷന് തന്നെ ഞാൻ ഉറച്ച് നിൽക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ വീണ്ടും ഒരു ചാപ്റ്റർ ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല. അത് ഞാനേ പറഞ്ഞു, ഞാൻ 25 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഒരു ചുമതലയും തരാതെ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ചുമതല ഒന്നുമില്ലാതെ തന്നെ ഞാൻ പാർട്ടി സാധാരണക്കാരനായ പ്രവർത്തനം ഇന്നും തുടരുകയാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതിപ്പം ഒന്നിൻ്റെ ആവശ്യമില്ല. ഞാനൊരു സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിച്ചാണത്. എന്തുകൊണ്ട് അത്ര 3 ദിവസം മാത്രം, പക്ഷേ ചുമതലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 3 ദിവസം മാത്രം. ബാക്കി എൻ്റെ പ്രയോറിറ്റി ഞാൻ നിശ്ചയിച്ചിരുന്നു. അത് എൻ്റെ നേതാവ് രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കാന്തിയുടെ പ്രചരണം. അതാണ് എൻ്റെ പ്രയോറിറ്റി. കാരണം ഞാൻ പറഞ്ഞു, 91-ൽ ഞാൻ രാജീവ് ഗാന്ധിയെ കണ്ട ഒരു വ്യക്തിയാണ്, ഒരു സെക്കൻഡ് മാത്രം. എൻ്റെ ഫാദറാണ് അദ്ദേഹത്തിൻ്റെ ചുമരിൽ എന്നെ വെച്ച് രാജീവ് ഗാന്ധിയെ കാണിച്ചത്. അപ്പം അങ്ങനെ രാജീവ് ഗാന്ധിയുടെ ഒരു എന്താ പറയുക, കടുത്ത ഫാൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവർ എന്ന് പറയാം. അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തുമായിട്ടെന്നും ആ ഒരു പ്രയോറിറ്റി എനിക്കെന്നും. ഈ ജോഡോ യാത്രയിൽ 4000 കിലോമീറ്റർ അല്ലേ, അതെ, ചെരുപ്പിടാതെ. അതെ, അതൊക്കെ ഇതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത് കൊണ്ട് കൂടിയാണ് അങ്ങനെ ഞാൻ നടന്നത്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം വരണം എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ ആഗ്രഹമായിരുന്നു. അതാണ് അതിന് അങ്ങനെ യാത്ര ചെയ്യാൻ കാരണം. നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവ് 3-4 പ്രാവശ്യം ആ ജേർണിയിൽ വന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ നിർബന്ധിച്ച് കാറിൽ കയറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ്
നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരു 1.5 വർഷമുണ്ട്. മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസിൽ ഇങ്ങനെ നടക്കുകയാണ്. സാമുദായിക നേതാക്കളുടെ പിന്തുണയ്ക്ക് വേണ്ടി നേതാക്കൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോകുന്നു. അത്തരം വിവാദങ്ങളൊക്കെ വരുന്നു. അതിനോട് ഏത് രീതിയിലാണ്? അല്ല, മുഖ്യമന്ത്രിയെ നിയമസഭാ കക്ഷി ചേരുമ്പം പുതിയ നിയമസഭാ കക്ഷി തിരഞ്ഞെടുത്തോളും. അതിലേക്കുള്ള ചർച്ചയ്ക്കൊന്നും ഞാനില്ല. അതിൻ്റെയൊക്കെ ഞാനൊരു സാധാരണ MLA മാത്രമാണ്. അപ്പം അതിലൊക്കെ ലീഡർഷിപ്പ് നോക്കിക്കോളൂ. അതൊക്കെ ആരാവണം എന്നുള്ള ഒരു ലീഡർഷിപ്പ് തീരുമാനിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും തീരുമാനിക്കും. അതാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡാണ് ഫൈനൽ അതോറിറ്റി. ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഈ രമേശ് ചെന്നിത്തല ചില ഒരു സൂചനകളൊക്കെ നൽകി. കഴിഞ്ഞ ഭരണത്തിൽ, അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ആ സമയത്ത് 2.5 വർഷം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ആത്മകഥ എഴുതാൻ പോവുകയാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് അവർ തമ്മിലുള്ള കാര്യമല്ലേ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ച ഇപ്പോഴേ തുടങ്ങേണ്ട സമയമായിട്ടുണ്ടോ? അല്ല, അങ്ങനെ സ്വാഭാവികമായിട്ടും പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചർച്ച വന്നത്. ഇവിടെയും അത്തരം പ്രൊജക്ട് എനിക്കറിയില്ല. അതൊക്കെ ലീഡർഷിപ്പ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി പ്രൊജക്റ്റ് ചെയ്യാറില്ല. ഇപ്രാവശ്യം എങ്ങനെയാണെന്നറിയില്ല. അത് പാർട്ടി തീരുമാനിക്കും. പ്രതിപക്ഷ നേതാവായി VD സതീശൻ്റെ പ്രവർത്തനം, അതിന് എത്ര മാർക്ക് കൊടുക്കാം? അല്ല, തീർച്ചയായിട്ടും നിയമസഭയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സർക്കാർ വെള്ളം കുടിക്കുകയാണ് അദ്ദേഹത്തിന് മുന്നിൽ. അതിൽ യാതൊരു സംശയവുമില്ല. മികച്ച പെർഫോമൻസാണ്, മികച്ച രീതിയിലുള്ള പ്രതിപക്ഷം. കാരണം ഇത്രയും നാളുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഞാൻ കണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല പെർഫോമൻസ് ആയിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഞാൻ സഭയിലല്ലാതെ ഉള്ളപ്പോഴുള്ള സാഹചര്യമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അളക്കുമ്പോൾ ഒരു മികച്ച പ്രതിപക്ഷ നേതാവായിട്ടാണ് ഞാൻ കാണുന്നത്. രമേശ് ചെന്നിത്തലയുടെ കാലത്തെ പ്രതിപക്ഷ നേതാവും ഈ VD സതീശനും തമ്മിലൊരു താരതമ്യം നടത്തിയാൽ? അല്ല, അങ്ങനെ ഒരു ഞാൻ അദ്ദേഹത്തെ അടുത്ത് നിന്ന് കണ്ടിട്ടില്ലല്ലോ. രമേശ് ചെന്നിത്തലയും ഞാൻ MLA ആയിരുന്നില്ല, ഞാൻ പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ. പിന്നെ ശ്രീ സതീശനെയാണ് ഞാൻ അകത്തുനിന്ന് കാണുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുന്നു. അതേസമയം രമേശ് ചെന്നിത്തല ഈ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച നേതാവെന്ന് മാത്രമല്ല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വളരെയധികം കഴിവുള്ള ഒരു നേതാവാണ്. അതുകൊണ്ടാണല്ലോ ഈ സമുദായ സംഘടനകളൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത്. കാരണം അവരുമായിട്ടുള്ള ഒരു ആത്മബന്ധം പുലർത്തുന്ന നേതാവാണ്. മാത്രമല്ല, എൻ്റെ പിതാവുമായിട്ടും അദ്ദേഹം പുലർത്തിയ ആത്മബന്ധം എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. കാരണം അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദിവസം രമേശ് ഹോസ്പിറ്റലിൽ പുറത്ത് വന്നിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അകത്ത് വിളിപ്പിച്ചിട്ട് 1 മണിക്കൂറോളം കൈപിടിച്ചിരുന്നു. അപ്പം പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു കാണുമല്ലോ അദ്ദേഹം സ്വാഭാവികമായിട്ടും. പക്ഷെ അതൊക്കെ മറികടക്കുന്ന ആത്മബന്ധം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം മാത്രം. അപ്പം അത്രയ്ക്ക് എൻ്റെ പിതാവ് കരുതിയ ഒരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു നല്ല നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. എങ്ങനെ ഈ നമ്മുടെ അനിൽ ആൻ്റണി BJPയിലേക്ക് പോയി? ഒരു AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഒറ്റ കുടുംബമാണ്. മറിയാമ്മ ഉമ്മനായാലും എലിസബത്ത് അവരുടെ ആൻ്റണിയുടെ ഭാര്യ, അവരൊക്കെ ഒറ്റ കുടുംബം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ അനിൽ ആൻ്റണി BJPയിലേക്ക് പോകുന്നു. ആ സാഹചര്യത്തെ തടയാൻ ചാണ്ടി ഉമ്മന് കഴിയുമായിരുന്നില്ലേ? അല്ല, അനിലിൻ്റെ ഇഷ്ടം തടയാൻ കഴിയുമായിരുന്നില്ലേ? അനിലിൻ്റെ ഇഷ്ടം. ശ്രമിച്ചിരുന്നോ? ഞാൻ അറിഞ്ഞിരുന്നില്ല. രഹസ്യമായ നീക്കമായിരുന്നു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി എന്ന നേതാവ് സജീവമായി പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? വേണമെന്നില്ല. സംഭവിക്കില്ല. തടയാൻ കഴിയുമായിരുന്നു? അറിയില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എനിക്കറിയില്ല. ആ സമയത്ത് അനിൽ ആൻ്റണി പോയി. ആ ഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു ചാണ്ടി ഉമ്മൻ അടുത്തത് എന്നുള്ള രീതിയിൽ. BJP നേതാക്കൾ സമീപിക്കുകയും വലിയ ഓഫറുകൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ഞാൻ സ്ഥാനത്തിന് വേണ്ടിയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. സമീപിച്ച ഓഫറൊക്കെ ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം മാറ്റിവെച്ചിരിക്കുന്നത്. 4 നൂറ്റാണ്ട് ഞാൻ ഇന്നേക്ക് രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പ്രചരണം തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ടായി. അപ്പം എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് വലുത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ്. അല്ല, ആ ഘട്ടത്തിൽ ഇവർ പോയ ഘട്ടത്തിൽ ഇവരൊക്കെ ആളുകളൊക്കെ സമീപിച്ചിരുന്നു എന്തിന്? അല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ ചാണ്ടി ഉമ്മനും വന്നാലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നം. ഒരു ഓഫറും വന്നില്ല.
വലിയ ഓഫറുകളൊക്കെ വന്നിട്ട് അത് തട്ടിത്തെറിപ്പിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞ വലിയ ഓഫറുകൾ. ഞാൻ ഒന്നും ഇതൊക്കെ വെറുതെ വിവാദം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ആരും അങ്ങനെ ഒരു ഓഫറുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അനിൽ ആന്റണി തിരിച്ചു വരേണ്ടതുണ്ട് പാർട്ടിയിലേക്ക്? എനിക്ക് തോന്നുന്നില്ല. കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ആന്റണിയുടെ ഒരു മകൻ എന്നുള്ള രീതിയിൽ. ആന്റണിക്ക് വേറെ മകനുണ്ട്. അത് സജീവമല്ലല്ലോ പാർട്ടിയിൽ. അദ്ദേഹം പാർട്ടിയിലൊക്കെ ചെറുതായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അജിത്തിന് അടിയുറച്ച കോൺഗ്രസ് വിശ്വാസമുണ്ട്. പാർട്ടിയിൽ സജീവമാകണം. അദ്ദേഹം ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം സജീവമായിരിക്കും. BJP-യിലേക്ക് പോയതിനു ശേഷം അനിലിനോട് സംസാരിച്ചിരുന്നു? ഇല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരു ദിവസം അജിത്തിനെ എൻ്റെ ഇലക്ഷൻ സമയത്ത് BJP-യുടെ കാൻഡിഡേറ്റ് വന്ന് നോമിനേഷൻ കൊടുക്കുമ്പോൾ BJP കാൻഡിഡേറ്റിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് കൈ തന്നു, ഞാനും കൈ കൊടുത്തു, പിരിഞ്ഞു. സംസാരിച്ചിട്ടേ ഇല്ല. അതൊരു വലിയ ഷോക്ക് തന്നെ ആയിരുന്നില്ലേ ശരിക്കും? കുട്ടിക്കാലം മുതൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ? ആണ്. പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നലുണ്ടായെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. AK ആന്റണിക്ക് അത് തടയാൻ കഴിയാതിരുന്നത് വലിയ ഒരു പോരായ്മയല്ലേ? സ്വന്തം മകൻ BJP-യിലേക്ക് പോവുക, അതും ഒരു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന. അദ്ദേഹത്തിൻ്റെ ഒരു, ഇപ്പം ഞാൻ പറയട്ടെ, ഗാന്ധിയുടെ മകനെ നിയന്ത്രിക്കുവാൻ ഗാന്ധിക്ക് പറ്റിയിരുന്നു. ഗാന്ധിയുടെ മകനെക്കുറിച്ച് ഗാന്ധിക്കുണ്ടായിരുന്ന ദുഃഖം ലോകത്തിന് അറിയാവുന്ന കാര്യമല്ലേ? ഇപ്പോൾ ഞാനാവുന്ന പോലെ എൻ്റെ മകനാവണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ ഒരു സഹപ്രവർത്തകർ ഇപ്പം എൻ്റെ കൂടുതലുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം കോൺഗ്രസ് ആയെന്നാണ് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമില്ലേ? അദ്ദേഹത്തിൻ്റെ പാത തിരഞ്ഞെടുത്തതിൽ അദ്ദേഹത്തിന് ഇഷ്ടം, അദ്ദേഹത്തിന് ആ പാത ശരിയെന്ന് തോന്നി, അദ്ദേഹം പൊയ്ക്കോട്ടെ. ഇപ്പോൾ ഇന്നുണ്ടായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. അവിടെ ആര്യാടൻ ഷൗക്കത്ത് പാടില്ല എന്ന് പാർട്ടി തീരുമാനിച്ചോളൂ. കോൺഗ്രസ് പാർട്ടിക്ക് തീരുമാനമെടുക്കുവാൻ കഴിവുള്ള ആർജവത്വമുള്ള നേതൃത്വമുണ്ട്. ആ നേതൃത്വം തീരുമാനിക്കും. വേറെ ആരും ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ UDF-മായി അല്ല, അദ്ദേഹം എവിടെ വേണേൽ പോയിക്കോട്ടെ. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഈ പാർട്ടിയെ നയിക്കുന്നുണ്ട്, ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവർ തീരുമാനിക്കും ആര് വേണം വേണ്ട. പാർട്ടിയും ജനങ്ങളുടെ അഭിപ്രായം തേടി പാർട്ടി ആരെ വേണേൽ തീരുമാനിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള തരത്തിലുള്ള ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ കാര്യം കൂടി, ഈ ശബരിമലയിലേക്ക് 2ാം തവണ പോയി, ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് ശബരിമലയിലേക്ക് പോയി, അത് ഏതെങ്കിലും തരത്തിൽ വിവാദമായിട്ടുണ്ടോ? അതായത് താങ്കളുടെ മതവിശ്വാസത്തിനെതിരായ ഒരു കാര്യമായി ഞാൻ അതിലേക്കൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. എന്താണ് ഈ അയ്യപ്പ ഭക്തനായി മാറിയത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്, എൻ്റെ ഫേസ്ബുക്ക് ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. 18-ൽ ഞാൻ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി പ്രസംഗിച്ചു തൃശ്ശൂരിൽ. അതെ, ഞാൻ കണ്ടിരുന്നു. പ്രസംഗിച്ചതിന് ശേഷം ഞാൻ ഡൽഹി പോയപ്പോൾ എൻ്റെ സീനിയറിനറിയില്ല അത്, പക്ഷെ എന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഹാജരാവാനുള്ള വക്കീലാക്കി മാറ്റിവെച്ചത്. 19-ൽ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞാൻ തത്വമസി എന്നാക്കിയിട്ടുണ്ട്. 21-ൽ ഇലക്ഷൻ്റെ തലേദിവസത്തെ വിവാദം എന്ന് വെച്ചാൽ ഞാൻ അയ്യപ്പൻ്റെ ഫോട്ടോ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാക്കി എന്നുള്ളതാണ്. ഈ പറഞ്ഞ വ്യക്തി എൻ്റെ പിതാവിനെ ഈ തരത്തിൽ എന്നെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ ഇട്ടത് അയ്യപ്പ അനുഭവം എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് ലൈവ് ഇട്ടത്. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ അതിക്കുള്ളൊന്നും പറയുന്നില്ല. ഇനി മുടങ്ങാതെ എല്ലാ വർഷവും ഞാനൊന്നും പറയുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മതപരമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാനതിലേക്കൊന്നും കമൻറ്റ് ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ പിതാവ് ശബരിമലയിൽ പോയിട്ടുണ്ട്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ പോകുന്നു. ചിലർ സംഘടിതമായി എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു നീണ്ട കാലഘട്ടം. ഞാൻ ഹാഗിയ സോഫിയയുടെ പേരിൽ എന്നെ ആക്രമിച്ചൊരു കാലഘട്ടമുണ്ട്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്നെ കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ചുമതല നൽകിയില്ല എന്ന് പറഞ്ഞതിനകത്തും കുറേ ആക്ഷേപിച്ചു. ഇത് സൈബർ ആക്രമണം പോലെ ഇവർ തുടരുകയാണ്. ഇത് ആരാണ് ഇതിന് പിന്നിൽ? അല്ല, ഞാനതിലേക്കൊന്നും കമൻറ്റ് ചെയ്തില്ല. സത്യവും കാലവും ഇത് തെളിയിച്ചു. എത്രത്തോളം പക്വമായി സംസാരിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് മുന്നിലിരിക്കുന്ന ചാണ്ടി ഉമ്മൻ. അദ്ദേഹം പലതും പഠിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്. എങ്ങനെ സംസാരിക്കണം,
ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം എന്ന് കൃത്യമായി അദ്ദേഹത്തിന് ബോധ്യവുമുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും അദ്ദേഹം അതൊന്നും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചാണ്ടി ഉമ്മന്. അദ്ദേഹത്തെ കേരളം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ചേർത്ത് നിർത്തുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടി എന്ന നേതാവിനോടുള്ള കേരളത്തിൻ്റെ ഇഷ്ടം കൂടിയാണ്. ആ ഇഷ്ടം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മൻ എന്ന നേതാവ് മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലും അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്താൻ ആർക്കും കഴിയും എന്ന് നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കതാണ് വായിച്ചെടുക്കാൻ കഴിയുന്നതും. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.